ഈ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം തെറ്റാണ്. അപ്പൊ ഇബ്നു തൈമിയ്യക്ക് തെറ്റിയിരിക്കുന്നു, ഇമാം റാസിക്ക് തെറ്റിയിരിക്കുന്നു. സൗദി അറേബ്യയിൽ 50 പണ്ഡിതന്മാർ കൂടി ഇബാദത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ അവർക്കും തെറ്റിയിരിക്കുന്നു. അതിന് ഉമർ മൗലവി സാഹിബ് അത് തെറ്റി എന്ന് പറഞ്ഞ അറബി കത്തയച്ചു. ആ കത്തിന് മറുപടി ഒന്നോ? മറുപടി എന്താ കത്തിനുള്ളത്? തിരുത്തിയോ? ഉമർ മൗലവി ഇത് ശരി, ബാക്കി എല്ലാവരും തെറ്റുന്നാണോ? ഇത് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അവസാനിച്ചില്ല. ഇത് സൽസബീലിന്റെ മറ്റൊരു ലക്കമാണ്. 1998 നവംബറിലെ സൽസബീലിന്റെ കഷ്ടമാണ് ഈ കാണുന്നത്. ഇതെന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇമാം ഖുർത്തുബി മഹാൻ തന്നെ, പക്ഷേ അടിമത്തം എന്ന അർത്ഥം സ്വീകാര്യമല്ല. നിരുപാധികമായ അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന അർത്ഥവും ഇബാദത്തിന് നൽകിക്കൂടാ. അത് പ്രവാചകൻ അവകാശപ്പെട്ടതാണ്, ഖുർആൻ ശക്തിയായി കൽപ്പിക്കുന്നു. അപ്പോൾ എന്താ സംഭവം? ഇവിടെ ഇമാം ഖുർത്തുബിക്ക് തെറ്റി, ഇബ്നു ജരീർ തൊബരിക്ക് തെറ്റി, റാസിക്ക് തെറ്റി, സൗദി അറേബ്യയിൽ 50 പണ്ഡിതന്മാർക്ക് തെറ്റി, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് തെറ്റി, മുഹമ്മദ് അബ്ദുൽ വഹാബിന് തെറ്റി. ലോകത്തിലെ എല്ലാ പണ്ഡിതന്മാർക്ക് ഇബാദത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ തെറ്റി. ശരിയായ ആളുകൾ കേരളത്തിലെ മുജാഹിദികളേ ഉള്ളൂ. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് അംഗീകരിക്കാൻ കഴിയും. സൗദി അറേബ്യയിൽ 50 പണ്ഡിതന്മാർ കൂടി തയ്യാറാക്കിയ പാഠപുസ്തകത്തിൽ ഇബാദത്തിന് നൽകിയ അർത്ഥം തെറ്റാണ്, അനുസരണം അടിമയും അർത്ഥം പറഞ്ഞത് തെറ്റാണ് എന്നാണ്. അവർക്ക് അറിയില്ല, അറബി അറിയില്ല എന്നാണോ? ഖുർആൻ അറിയില്ല എന്നാണോ? ഇബ്നു ജരീർ തൊബിക്ക് അറബി അറിയില്ല എന്നാണോ? അതുപോലെ തന്നെ ഇമാം റാസിക്ക് അറബി അറിയില്ല എന്നാണോ? ഇമാം ഖുർത്തുബിക്ക് അറബി അറിയില്ല എന്നാണോ? അവരെല്ലാം പറഞ്ഞത് തെറ്റ്, പിന്നെ ഞങ്ങൾ പറഞ്ഞ മാത്രം ശരി എന്ന് പറഞ്ഞാൽ ആ ശരി പിന്തുടരാൻ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് സാധ്യമാണ്, ഒരു മുസ്ലിമിന് സാധ്യമാണ്. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾ എന്തെല്ലാം കൃത്രിമവും എന്തെല്ലാം വ്യാജവും എന്തെല്ലാം കാര്യവുമാണ് ചെയ്തെന്നൊരു നിമിഷം ഓർത്തു നോക്കൂ. അറബി ഭാഷയിൽ ഇബാദത്തിന് അനുസരണമെന്നും അടിമവേല എന്ന അർത്ഥമില്ല എന്ന് പറഞ്ഞു. അതുണ്ടെന്നതിന് ഒട്ടേറെ തെളിവുകൾ നാം അവതരിപ്പിച്ചു. മാത്രമല്ല അവർ തന്നെ അതുണ്ടെന്ന് സമ്മതിച്ചു. അപ്പോൾ ഇസ്ലാമിൽ അത് പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവർ തന്നെ പറഞ്ഞു ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു പൂർവികരായ ആരും പറഞ്ഞിട്ടില്ല എന്ന്. അവർ തന്നെ പറയുന്നു, ഇമാം റാസി പറഞ്ഞു അദ്ദേഹം ആ പണ്ഡിതനാണ്, പക്ഷേ പറഞ്ഞത് തെറ്റാണ് എന്ന്. ഇബ്നു ജരീർ തബരി പറഞ്ഞിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നു, അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. അതുപോലെ ഖുർത്തുബി പറഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞു, അത് തെറ്റാണെന്ന് പറഞ്ഞു. സൗദി അറേബ്യയിൽ 50 പണ്ഡിതന്മാർ പറഞ്ഞു അത് തെറ്റാണെന്ന് പറഞ്ഞ് കത്തയച്ച മറുപടി ഒരു വാചകം ഇന്നോളം സൽസബി വന്നിട്ടില്ല. അപ്പോ ഇങ്ങനെ ബാക്കി ഖുർത്തുബിക്ക് തെറ്റി, റാസിക്ക് തെറ്റി, അതുപോലെ അവർക്ക് തെറ്റി, ഇവർക്ക് തെറ്റി, 30 പണ്ഡിതന്മാർക്ക് തെറ്റി, ഈ മുജാഹിദീൻ കുമാർ ഇബ്നു തൈമിയ്യക്ക് തെറ്റി, മുഹമ്മദ് അബ്ദുൽ വഹാബിന് തെറ്റി, എല്ലാവർക്കും തെറ്റി. മുജാഹിദുകൾക്ക് മാത്രമാണ് എന്ത് ശരിയുള്ളത്. അതുകൊണ്ട് ആ ശരിയെ പിന്തുടരാൻ ആരെയും കിട്ടൂല എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിൽ പോകാൻ ആരെയും കിട്ടില്ല എന്നെ അർത്ഥം. അതെന്താണ്? നിങ്ങൾ നോക്കൂ, ഇത് ഇബാദത്തിന് സമഗ്ര പഠനം. ആ പുസ്തകത്തിൽ പറയാം. ഇനി പണ്ഡിതന്മാർ പറഞ്ഞ ചില നിർവചനങ്ങൾ കാണാം. ഇബാദത്തിന്റെ നിർവചനത്തിൽ പോലെ പണ്ഡിതന്മാർ പറഞ്ഞ ചില നിർവചനങ്ങൾ കാണാം. പ്രധാന ഭാഷാ പണ്ഡിതൻ കൂടിയായി ഗണിക്കപ്പെടുന്ന ഇമാം സമഖ്ശരി പറയുന്നു, വിധേയത്വത്തിന്റെയും താഴ്മയുടെയും അറ്റത്തിന്റെയും അങ്ങേറ്റമാണ് ഇബാദത്ത്. മൂപ്പര് പരിഹസിക്കാൻ എന്താണ് ഇവിടെ എന്ത് അറ്റത്തിന് അറ്റുണ്ടാവോ? അറ്റത്തിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ തെറ്റാണ് എന്നൊക്കെ ചോദിച്ചു മൂപ്പര് പരിഹസിക്കാൻ. ആരെ? സമശ്ഹരിയെ. എന്നിട്ട് പറയാണ്, അപ്പൊ ഈ സമശ്ഹരി പറഞ്ഞ അർത്ഥം ഉണ്ടല്ലോ, വ്യാഖ്യാനം, ആ വ്യാഖ്യാനം അപൂർണാണ്. ഈ അർത്ഥം തന്നെ പിന്നെ ആരെടുത്ത് കൊടുത്തിട്ടുണ്ട്? ബൈലാവി കൊടുത്തിട്ടുണ്ട്. ഏതർത്ഥം തന്നെ? സമശ്ഹരിയുടെ അർത്ഥം തന്നെ ബൈലാവി കൊടുത്തു. അത് തന്നെ എന്തെടുത്തു? ഇമാം റാസി കൊടുത്തു, ഇമാം അബൂ സഅദ് കൊടുത്തു. അപ്പൊ എത്രയായി? സമശ്ഹരി, അതുപോലെ തന്നെ ഇമാം റാസി, ഇമാം അബൂ സഅദ്, 3 പേരായി. പിന്നെന്താണ്? ഇവര് 3 പേരും കൊടുത്തത് പിന്നെ അത് ബൈലാവി പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ വിശദീകരിക്കാൻ, റാസി പറഞ്ഞത് വിശദീകരിക്കാൻ, അതുപോലെ തന്നെ പിന്നെ അബൂ സഅദ് പറഞ്ഞത് വിശദീകരിക്കാൻ. അങ്ങനെ 3 പേര് പറഞ്ഞത് വിശദീകരിച്ചു. എന്നിട്ട് പറയണം, ഇനി അടുത്ത വാദ്യം കേട്ടോണം, ഈ പുസ്തകത്തിലുള്ളതാണ്. സമഖ്ശരി പറഞ്ഞതും ബൈലാവി, അബൂ സഅദ് മുതലായവർ ഏറ്റു പറഞ്ഞതും റാസി പിന്താങ്ങിയതുമായ ഈ വിവരണത്തിൽ പല അവ്യക്തതകളും ഉണ്ട്. അപ്പോ റാസി പറഞ്ഞത്, സമഖ്ശരി പറഞ്ഞത്, അതുപോലെ തന്നെ അബൂ സഅദ് പറഞ്ഞത്, ഈ 3 പേര് പറഞ്ഞ ഇബാദത്ത് നിർവചനം എന്തുണ്ട്? അവ്യക്തതയുണ്ട്, അപൂർണ്ണാണ്. ഷെയ്ഖ് സാദ, കാസറൂനി എന്നിവർ ബൈലാവിയുടെ തഫ്സീർ എഴുതിയ ഹാഷ്യകളിൽ അവയിൽ പലതും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ 3 തഫ്സീറിൽ പറഞ്ഞ അപൂർണത എന്താന്നുള്ളത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? പിന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ബൈലാവി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആര് പറഞ്ഞു? ഷെയ്ഖ് സാദയും പറഞ്ഞിട്ടുണ്ട്, കാസറാനിയും പറഞ്ഞിട്ടുണ്ട്, കാസറൂനിയും പറഞ്ഞിട്ടുണ്ട്. അവർ 2 പേരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര പേരായി? 5 പേരായി.
അപ്പൊ അവർ രണ്ടുപേരും ആ അവ്യക്തത പറഞ്ഞിട്ട് അതിന്റെ യഥാർത്ഥമായ വ്യക്തമായ ഭാഗം വിശദീകരിച്ചു എന്നാണ് എന്റെ അർത്ഥം. ആണോ? അല്ല. അണ്ട് ആ വിശദീകരണം കൊടുത്തിട്ട് പിന്നെ പറയാം. ചുരുക്കത്തിൽ അവ്യക്തതകൾക്ക് പറയപ്പെട്ട എല്ലാ വിശദീകരണങ്ങളും അപൂർണമാണ്. മനസ്സിലായോ? ആദ്യം പറഞ്ഞത് ഈ 3 പേര് പറഞ്ഞത് അവ്യക്താണ്, അപൂർണാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ അപൂർണമായത് അവ്യക്തമായത് 2 പണ്ഡിതന്മാർ എന്തെടുത്തിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കിയ വിശദീകരണം എന്താണ്? അതും അപൂർണമാണ്. അള്ളോ, ഇനി എന്ത് ചെയ്യും? ആകയാൽ അക്സായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്നത് ഏത് നിലക്കും ഇബാദത്തിന്റെ സമഗ്രമായ നിർവചനമല്ല. മനസ്സിലായോ? ഇത് ഈ പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞ ഒരു നിർവചനം, അതൊന്നും പൂർണ്ണല്ല. ആയിക്കോട്ടെ, അവിടെ നിൽക്കും. അപ്പോ 5 പേരായി, 5 തീർന്നില്ല. പിന്നെ അടുത്താരാ? ഇനി മറ്റൊരു നിർവചനം. അതാരാ പറഞ്ഞത്? ഇതിന്റെ ഉപജ്ഞാതാവായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ പറഞ്ഞ വേറൊരു നിർവചനം. അത് എവിടെയാ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ റിസാലത്തുൽ ഉബൂദിയ്യ എന്ന പേരിൽ എഴുതിയ ഗ്രന്ഥം, സുപ്രസിദ്ധ കൃതി. നേരത്തെ വായിച്ച ബുക്ക്. ജമാഅത്തുകാർ എല്ലായിടത്തും ഇബ്നു തൈമിയ പറയുന്നു അൽ ഉബൂദിയ്യ നോക്ക്, അൽ ഉബൂദിയ്യ എന്നർത്ഥം. ആ പുസ്തകമാണ്. ആര് പറയാ? ആ പുസ്തകത്തെ കുറിച്ച് ആര് പറയാണ്? കേസി പറയാണെന്ത്? ആ അൽ ഉബൂദിയ്യയിൽ ഇബാദത്തിനെ സംബന്ധിച്ചൊരു വിശദീകരണം നൽകി. ആ വിശദീകരണം ഒരുപാട് ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് തെളിയിക്കാൻ ധാരാളം ഖുർആൻ സൂക്തങ്ങൾ ലഭ്യവചനങ്ങളും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഭാഷാപരമായ പിന്തുണ ലഭിക്കാൻ ശ്രമിക്കാതിരുന്നിട്ടില്ല. അൽ ഉബൂദിയ്യ നോക്കിയാൽ അതൊക്കെ കാണാം. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ നിർവചനം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ന്യായമായും ഒരു ചോദ്യം ഉത്ഭവിക്കുന്നു. അതിന്റെ ചുരുക്കം ഇതാണ്: ഇസ്ലാമിന്റെ ഇബാദത്തിൽ വിധേയത്വത്തോടൊപ്പം സ്നേഹവും കൂടി ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതേ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിലെ ഇബാദത്തിന്റെ അനിവാര്യ ഘടകങ്ങളായി ഇനിയും ചിലതെല്ലാം പറഞ്ഞുകൂടെ? അപ്പൊ എന്തായി? ഇബ്നു തൈമിയുടേതും അപൂർണ്ണമാണ്. ഇനിയും കൂട്ടിച്ചേർക്കണോ? മറ്റത് ഇനി അതിനകത്ത് ചേർത്താലേ പൂർണ്ണമാവുള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ആരുള്ളത്? ഇബ്നു തൈമിയുടെ ശിഷ്യൻ ഇബ്നു ഖയ്യിം ഉണ്ട്. അപ്പൊ ഇബ്നു ഖയ്യിം ഒരു നിർവചനം പറഞ്ഞു. കൂടുതൽ കൗതുകകരമായ മറ്റൊരു നിർവചനം കൂടി കാണുക. ശൈഖുൽ ഇസ്ലാമിന്റെ മുഖ്യ ശിഷ്യൻ അല്ലാമ ഇബ്നു ഖയ്യിം പറഞ്ഞു. രണ്ട് ഇബ്നു ഖയ്യിമിന്റെ വിശദീകരണം എടുത്തു കൊടുക്കാൻ. എന്നിട്ട് പറയാൻ നോക്ക്, ഇത്രയും പോകേണ്ടിയിരുന്നോ എന്ന് ചോദിക്കാൻ തോന്നിപ്പോവുകയാണ് ഇവിടെ. ആര്? ഇബ്നു ഖയ്യിം ഇത്രയും പറയണോ എന്ന് നേരത്തെ പോരെന്ന് പറഞ്ഞാളാ. അപൂർണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാ കൂടിപ്പോയത്. അങ്ങനെ ഇത്രയും പോകേണ്ടിയിരുന്നോ എന്ന് ചോദിക്കാൻ തോന്നിപ്പോവാൻ ഇവിടെ. ഇബ്നു ഖയ്യിമിന്റെ പ്രസിദ്ധമായ തസവ്വുഫ് ചിന്തയായിരിക്കും ഇതിന് കാരണമെന്ന് സമാധാനിക്കട്ടെ. അപ്പൊ ആരായി? മൂപ്പറം കൂടിപ്പോയി. അത് സ്വീകരിക്കാൻ പറ്റില്ല. കൂടിയാലും പറ്റില്ലല്ലോ, കുറഞ്ഞാലും പറ്റില്ല, കൂടിയാലും പറ്റില്ല. പിന്നെന്താ പ്രശ്നം? പിന്നാരുള്ളത്? ഇനി ഈയിടെ മാത്രം രൂപപ്പെടുത്ത ഒരു പുതിയ നിർവചനം കാണുക. അതാരാ? ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ആണ് അത് രൂപപ്പെടുത്തിയത്.